ഡൽഹി പ്രക്ഷോഭത്തിലെ പെൺകുട്ടികൾക്കെതിരായ നികൃഷ്ട പരാമർശങ്ങളിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിന് ജാമ്യം. കലാപാഹ്വാനങ്ങൾ ഉൾപ്പെടെ ഗുരുതരമായ കുറ്റമാണ് TG മോഹൻദാസിനെതിരെ ചുമത്തിയിരുന്നത്. ഇന്നലെയാണ് കൊച്ചിയിലെ വീട്ടിൽ നിന്ന് മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജന്തർ മന്ദറിലെ സമരക്കാരെ താനായിരുന്നെങ്കിൽ വെടിവെക്കും, സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് മോഹൻദാസ് നടത്തിയത്. പോലീസിനെ വെല്ലുവിളിച്ച് പിടിയിലായ അർജുൻ ആയങ്കിയെ അടിമുടി പൂട്ടാനൊരുങ്ങുകയാണ് പോലീസ്. ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അടുത്ത വകുപ്പുകൾ ചുമത്തും. കാണാം RD Extra. തിരുവനന്തപുരം ACJM കോടതി ഉപാധികളോടെയാണ് TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്. നാളെ മുതൽ തുടർച്ചയായി 3 ദിവസം ഹാജരാകണം. 2 മാസത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും ഹാജരായി ഒപ്പിടണം. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. കലാപാഹ്വാനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളായിരുന്നു TG മോഹൻദാസിനെതിരെ ചുമത്തിയിരുന്നത്. നോട്ടീസ് പോലും നൽകാതെയാണ് TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തതെന്നും ഇത് നിയമപരമല്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഇന്നലെ കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മോഹൻദാസിന്റെ മൊബൈൽ പരിശോധനയിൽ നിന്നും അധിക്ഷേപ വീഡിയോ പോലീസ് കണ്ടെടുത്തിരുന്നു. TG മോഹൻദാസിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. അതേസമയം ഇന്നലെ റിമാൻഡിലായ അർജുൻ ആയങ്കിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയ കേസിലായിരിക്കും ഗുരുതര വകുപ്പുകൾ ചുമത്തുക. കണ്ണൂർ പോലീസ് അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കെതിരെയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. RD Extra ന്യൂസ് മലയാളം. മോഹൻദാസിന്റെ പരാമർശത്തെ ന്യായീകരിക്കുന്നില്ലെന്നും എന്നാൽ അർദ്ധരാത്രി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അംഗീകരിക്കാനാവില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. TG മോഹൻദാസിനെ തള്ളിപ്പറയില്ലെന്നും നടത്തിയ പരാമർശത്തെയാണ് തള്ളിയതെന്നും BJP നേതാവ് സുരേഷും പറഞ്ഞു. That is something for a court of law to discover and punish him or not punish him under the law. We stand by that position. But to arrest him at night suddenly and to take him to jail is nothing more than a political hit job, distracting people away from the failures of this government. In the last 3 months, the VD Sadish government, remote control by the Muslim League, has shown വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും എതിർക്കാനുള്ള സ്വാതന്ത്ര്യവും തിരിച്ച് അതിനെതിരെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമല്ലല്ലോ നമ്മുടെ സംസ്ഥാനം. ഞാൻ പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞവരെ സ്വസ്ഥമായിട്ട് കൈയും വീശി നടക്കാൻ അനുവദിക്കുന്ന രമേശ് ചെന്നിത്തല ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെ നിയമപരമായി എടുക്കാൻ പാടില്ലാത്ത കേസുകൾ എടുത്തിട്ട് എന്തിനാണ് പീഡിപ്പിക്കുന്നത്? അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് മാധ്യമങ്ങളാണ് അസാമാന്യ സംഭവമാക്കി മാറ്റിയതെന്ന് CPIM നേതാവ് EP ജയരാജൻ. കേരള പോലീസ് പവർഫുൾ ആണ്, അർജുൻ ആയങ്കിയാണോ പാർട്ടി എന്നും EP ജയരാജൻ ചോദിച്ചു. കേരള പോലീസിനത് കഴിയും. അവരെ ഇൻവെസ്റ്റിഗേഷനും അവരുടെ സൈബർ വിങ്ങൊക്കെ വളരെ പവർഫുള്ളായിരുന്നു കേരളത്തിൽ മുൻപ്. ഇനിയിപ്പോൾ അതെല്ലാം തകർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അർജുൻ എന്താ അവൻ്റെ പേര്, ആയങ്കി, അവരാണോ പാർട്ടി? അവനാണ് പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പാർട്ടിയല്ല എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവില്ല. രണ്ട് നടപടികൾ, പോലീസ് നടപടികളെ കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരുമിച്ച് ചർച്ചയ്ക്ക് എടുത്തത്. സമയം പരിമിതമാണ്. എന്തായാലും എന്താ ഒരൊറ്റ വാക്കിൽ പറയാനുള്ളത്? അതായത് ഇപ്പോൾ TG മോഹൻദാസിൻ്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്തു, ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തിയിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നത് ആശ്വാസകരം തന്നെ. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു പെട്ടെന്ന് അദ്ദേഹം ഇറങ്ങുന്നു, അതങ്ങനെ സംഭവിച്ചു. പക്ഷേ എന്തായാലും പോലീസിനെ അതിനെ അഭിനന്ദിക്കുന്നു. രണ്ടാമത്തത് അർജുൻ ആയങ്കിയുടെ കാര്യത്തിലേ നമ്മൾ തമാശയ്ക്ക് ചെറുപ്പത്തിൽ പറയായിരുന്നു, പക്ഷേ അതായത് തവളിയെ കൊല്ലാൻ പീരങ്കി ഉണ്ട വേണ്ട എന്ന് പറയുന്നു. ഇത് അർജുൻ ആയങ്കി എന്ന് പറയുന്നൊരു 18 വയസ്സുള്ളൊരു സാധാരണ ഒരു ചെറിയ ഇളം ക്രിമിനലിനെ പിടിക്കാൻ, ഒരു ചെറിയ ക്രിമിനലിനെ പിടിക്കാൻ, അതായത് ഈ പറയുന്ന 45 പോലീസ് ഉദ്യോഗസ്ഥരാണത്ര. ഇന്ന് പത്രത്തിൽ ഞാൻ കണ്ടത്, മനോരമ പത്രത്തിൽ 35 ഉദ്യോഗസ്ഥരാണെന്നാണ്. 45 പേരുണ്ടെന്ന് വേറെ എവിടേക്കോ കണ്ടു. അതായത് വലിയ ആനക്കാര്യം പോലെയാണ്. അവിടെ നിന്ന് തൂക്കിയെടുക്കാൻ അത്രയും സമയമെടുത്തു. എന്നിട്ടാണ് ഇതിനെന്തോ വലിയ ഭയങ്കര ക്രിമിനൽ അല്ലാന്നൊന്നും പറയുന്നില്ല, അയാൾ കുഴപ്പക്കാരൻ തന്നെയാണ്. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തള്ളുകയാണല്ലോ. പക്ഷേ എന്തോ ഭയങ്കര കാര്യം രമേശ് ചെന്നിത്തലയുടെ പോലീസ് ചെയ്തതായിട്ടാണ്. 45 പോലീസ് ഉദ്യോഗസ്ഥർ അർജുൻ ആയങ്കിയെ പിടിക്കാൻ, എന്ന് വെച്ചാൽ ഒരു കൊതുകിനെ കൊല്ലാൻ പാറ്റൻ ടാങ്ക് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, ഇപ്പോൾ TG മോഹൻദാസിൻ്റെ കാര്യത്തില്ല, ജൂലൈ 29-നാണ് ആ പരാമർശം നടത്തിയത്. ഓഗസ്റ്റ് 9-നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ദീർഘമായ കാലയളവ് എന്തിനാണ് കാത്തിരുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം ജാമ്യം നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പാർക്കിൻസൺസ് രോഗിയാണ്, സോറിയാസിസ് ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളും വല്ലാതെ പ്രായാധിക്യം, ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ
ഈ സർക്കാർ ഇത്രയും കാത്തിരുന്ന് എന്താ വല്ല അന്വേഷണം നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിന്മേൽ? അതോ ഈ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ വലിയ സോഷ്യൽ മീഡിയ വിമർശനം ഉയർന്നു, അതിന് പിന്നാലെ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു അതൊതുക്കാൻ എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുകയാണ്. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് ആളുകൾ സംശയിച്ചു പോയാൽ തെറ്റു പറയാനുമാവില്ല. ഇനി അർജുൻ ആയങ്കിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും എഴുതി പിടിപ്പിക്കുകയാണ് അത്ര കൂടുതൽ കടുത്ത വകുപ്പുകളൊക്കെ. അതിങ്ങനെ ഊന്നുകൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ വിഷയത്തിൽ അതിനൊരു കാരണമുണ്ട്. കാരണം അത് നമ്മൾ മാധ്യമങ്ങളടക്കം വിചാരിച്ചിരുന്നത് എന്താണ്, അർജുൻ ആയങ്കിക്കെതിരെ എടുത്തിട്ടുള്ള കേസിൽ പെട്ടെന്ന് ജാമ്യം ലഭിക്കും കോടതിയിൽ നിന്ന്. അപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ അപ്പോൾ തന്നെ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ അഭിഭാഷകൻ തന്ത്രപരമായി കളിച്ചു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അല്ല, ഒറ്റ കാര്യം, അതായത് ഈ ലൈക്ക് അടിച്ച പിന്നെ പോലീസ് പിടിക്കുന്നൊക്കെ പറയുന്നത് പോലീസുകാർ നോക്കി ആളുകൾ ചിരിക്കും. പി വിജയനൊക്കെ ആളുകൾ കളിയാക്കി ബഹുമാനിക്കുന്ന ആളാണ്, നാട്ടുകാർ ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതെ, ലൈക്ക് അടിച്ചവരെ പിടിക്കുമോ എന്നുള്ളത് പിടിച്ചാൽ അതാണ് പിന്നത്തെ ചർച്ചാ വിഷയം. നീറ്റ് ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ ഭാഷയിലാണ് ടി.ജി. മോഹൻദാസ് പ്രതികരിച്ചത്. സംഭവം വിവാദമായതോടെ RSSും പരാമർശത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ വിഷയത്തിൽ RSS പാലിക്കുന്ന അകലം BJPക്ക് ഇല്ല എന്നതാണ് ഇന്നത്തെ BJP നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം മോഹൻദാസിന് ജാമ്യം കിട്ടിയതിൽ പ്രോസിക്യൂഷനെതിരെയും ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട്. നേരത്തെ മോഹൻദാസിനെതിരെ കേസെടുക്കാൻ വൈകിയതിലും പിന്നീട് അറസ്റ്റ് ഉണ്ടാകാതിരുന്നതിലും സർക്കാരിനെതിരെ വിമർശനം ശക്തമായിരുന്നു. എന്നാൽ ഈ വിമർശനം ഒന്നുകൂടി ഉച്ചത്തിൽ ഉയർന്നത് അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാകണം കേസെടുത്ത് 10 ദിവസം പിന്നിട്ട ശേഷം ടി.ജി. മോഹൻദാസിനെ ഇന്നലെ അർദ്ധരാത്രിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും. ഈ പശ്ചാത്തലത്തിൽ മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷ ലഭിക്കുന്ന സന്ദേശം നൽകാനെങ്കിലും അത് ഉപകരിക്കും.